Hey everyone, good morning guys. Welcome to a simple day in my life. Let's get started. ഓക്കെ, അപ്പോൾ എൻ്റെ 1-2 വീഡിയോൻ്റെ താഴെ ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പല മിസ്റ്റേക്കുകളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മോർണിംഗ് 8 മണിയാകുന്നു. അപ്പോൾ നമ്മൾ പുലർച്ചെ അത്താഴം വെച്ചിട്ട് കിടന്നതാണ്. എൻ്റെ ഇന്നേഴ്സ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളോടെ കഴുകാനുണ്ടായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് ബെഡ് ക്ലീൻ ചെയ്താൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് കിച്ചണിൽ പാത്രം കഴുകുന്ന ഡ്യൂട്ടിയാണ്. പിന്നെ എൻ്റെ ഇന്നൂസ് എഴുന്നേറ്റ് വന്നു. അവൾക്കുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് നോമ്പായതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഇപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അവൾക്കുള്ളത് മാത്രം നോക്കിയാൽ മതി. അവളിപ്പോൾ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ നല്ലൊരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഉള്ളത്. അതൊക്കെ പോട്ടെ, ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് വെച്ച പഴം ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ ഇതേ മടക്കി വെച്ച പുതപ്പിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇതൊക്കെ അവളുടെ പണിയാണ്. ഇവിടെ ടോയ്സൊക്കെ ഇങ്ങനെ പരത്തിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നൂസ കളിക്ക്, മമ്മക്ക് കാണിച്ചാട്ടിക്ക എങ്ങനെ വെക്കലേ, കാണിച്ചാട്ടിയ അങ്ങനെയാണ്. എന്നാ അടുത്ത വെക്ക്. വെക്ക്, വെരി ഗുഡ്. ഞാൻ അടുത്ത ഈ റൗണ്ട് വെക്ക്, റൗണ്ട്. ഇതേ ചതവിടെ വെക്കലേ. കറക്റ്റ്. അതെവിടെ വെക്കലേ. ഇതൊക്കെ എന്ത് ഓ അടിപൊളി. ഇവളുടെ കൂടെ കളിച്ചിരുന്നപ്പോഴാണ് ഇവക്ക് ഫുഡ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചൂടാറാൻ വെക്കുകയാണ്. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു, അപ്പോൾ ഇതുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് കാച്ചി വെച്ചു. ഇനി നമുക്ക് അതൊന്ന് ചൂടാറുന്ന മുമ്പായിട്ട് ഇവിടെ പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ പെട്ടെന്ന് ചെയ്തത്. നമുക്ക് ഈ അടിച്ചു വാരുന്നതും തുടയ്ക്കുന്നതും ഒന്ന് ബാക്കി വെച്ചാൽ എന്തോ ഒന്ന് വിട്ടുപോയ പോലെയാണല്ലേ. അപ്പോൾ ഇതങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരാശ്വാസമാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തീർക്കാമെന്ന് തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഇന്നൂസ് വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് ഒരുപാട് ഗോഷ്ടി കാണിക്കുന്നുണ്ട്. ഇവൾ വന്നപ്പോൾ ക്യാമറ ഇങ്ങനെ ഓണായി കിടക്കുന്നതാണ് കേട്ടോ കണ്ടത്. അവളുടെ വിചാരം ഇത് കണ്ണാടിയാണെന്നായിരിക്കാം. അപ്പോൾ അവൾ അവളെ തന്നെ നോക്കിയിട്ട് പലതും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോൾ തുടച്ചു കഴിഞ്ഞാണ്ട് റൂമിലേക്ക് തുടക്കാൻ പോയപ്പോഴാണ് അവിടെ ഇന്നൂസ് ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഒറ്റയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ പെട്ടെന്ന് പോയി കുളിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. അങ്ങനെ ആളെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് റൂം ക്ലീൻ ചെയ്യാമെന്ന് കരുതി. കുളിയൊക്കെ കഴിഞ്ഞ് ഇന്നൂസ് അവളുടെ ബൈക്കിൽ കളിക്കുകയായിരുന്നു. ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തപ്പോഴാണ് അവൾക്ക് ഫുഡ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ആ പഴം പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിച്ചു അവൾക്ക് കൊടുക്കാനുള്ള പരിപാടി നോക്കി. ഇപ്പോൾ ഏതായാലും ബൈക്കിൽ നല്ല കളിയിലാണ്. അപ്പോൾ ഇപ്പോൾ കൊടുത്ത ആളെങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷേ കുറുമ്പുള്ള സമയത്ത് ഫുഡ് കൊടുത്താൽ തീരെ കഴിക്കൂല കേട്ടോ. ഇപ്പോൾ നല്ല സമയമാണ്, പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റൂം ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കി. പിന്നെ ഞാൻ റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലായിടത്തും തുടക്കലൊക്കെ കഴിഞ്ഞ് ആശ്വസിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരാൾ ജഡ്ഡി ഇട്ടുകൊണ്ട് കൂടുന്നത്. ഇപ്പോൾ ഇന്നൂസിൻ്റെ ഒരു സ്വഭാവമാണ്, നമ്മുടെയൊക്കെ കണ്ണ് തെറ്റിയാൽ അപ്പോൾ ഡ്രസ്സ് സ്വന്തമായിട്ട് വരും, പിന്നെ സ്വന്തമായിട്ട് ചിലപ്പോൾ എടുത്തിടുകയും ചെയ്യും. 2 സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൾക്കൊന്നുകൂടെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഒന്ന് വിശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയമായല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുളിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇനി കുളിക്കാം, ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാനൊരു ടൈം ലാപ്സ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിച്ച് കഴിയുന്ന വരെ ഇന്നൂസ് റൂമിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾ സ്വന്തമായിട്ട് വീണ്ടും ഡ്രസ്സ് ഊരുന്നത് ഞാൻ ടൈം ലാപ്സിൽ കണ്ടു. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും
ഡ്രസ്സ് ഇട്ട് കൊടുക്കാനുള്ള ശ്രമം നോക്കിയിട്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോഴാണ് ഇന്നൂസ് വന്നിട്ടത് ഈ ഒരു അവസ്ഥയിലാണ്, എന്നെ നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് അതിനെ എടുത്തു മാറ്റി ഞാൻ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി വീണ്ടും നിന്നു. വീണ്ടും അവൾ വന്ന് കുറുമ്പ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ അവളെ മെയിൻ ചെയ്യാതെ നിസ്കാരം തുടങ്ങിയപ്പോൾ ആൾ പിന്നെ താനെ നീച്ചു പോയിട്ടോ. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ മടിയിൽ വന്നിരുന്നു. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ കളിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അവളോട് ഞാനിങ്ങനെ കണ്ണെവിടെ, മൂക്കെവിടെ, ചുണ്ടെവിടെ, മുടി എവിടെ, അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചറിയായിരുന്നു. അപ്പോൾ അവൾ ഓരോന്നിങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. ഇപ്പോൾ അവൾക്ക് 2 വയസ്സാണ്. അപ്പോൾ 2 വയസ്സിന് മുമ്പേ ഇതൊക്കെ കാണിച്ചു തരാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ സംസാരം റെഡി ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിപ്പിച്ച് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നെ ഒന്നും അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ആൾക്ക്. അങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ എൻ്റെ ഇന്നൂസ്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ് ഇന്നൂസിൻ്റെ കൂടെയാണ്. ഇവളുണ്ടായിട്ട് 2 വർഷമല്ലായിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ ടൈം പോയിരുന്നത് ആർട്ടും ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇവളുടെ അതിൻ്റെ ശേഷം എനിക്ക് അതിനൊന്നും കൂടുതൽ സമയം കിട്ടാറില്ല. ഇവൾ ഉറങ്ങുന്ന ടൈം നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ആർട്ട് വർക്കുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളുടെ ഉപ്പുപ്പ വന്ന് അവളെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ ദേ 2 പേരും കൂടെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അവിടെ ഒരു പട്ടിക്കൂടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ഡോഗിനെ കാണാൻ വേണ്ടി പോയതാണ്. അതൊക്കെ കഴിഞ്ഞ് 2 പേരും കൂടെ ഇതേ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സമയം ഒരു 2:30 മണിയായപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങിട്ടോ. നമുക്ക് റമദാനല്ലേ, അപ്പോൾ നോമ്പ് തുറക്കുന്നതിലേക്ക് ഫുഡ് വേണമല്ലോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇന്നൂസ് ഉണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോഴേക്കാൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചഭക്ഷണം കൊടുത്തിട്ട് ആളെ ഉറക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തു, പൊടിയൊക്കെ വാട്ടിക്കൊഴിച്ചു പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. അതുപോലെ സ്നാക്സിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോയും ചിക്കനൊക്കെ കുക്കറിലിട്ട് വേവിച്ചെടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇന്നൂസിനെ വർക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടൊക്കെയുള്ള സാധനം റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ പത്തിരിയൊക്കെ ഏകദേശം നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാനല്ലേ. അപ്പോൾ ചുട്ടെടുക്കുന്നത് ഇവിടുത്തെ ഉമ്മയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ നമുക്ക് സ്നാക്സിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാനൊരു ചിക്കൻ റോള്, ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കട്ട്ലേറ്റും ഉണ്ട്. 2 ഐറ്റം പൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഐറ്റം പൊരി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. കട്ട്ലേറ്റ് എണ്ണയിലിട്ടും പൊരിക്കുന്നുണ്ട്. അതുപോലെ ബ്രെഡ് ചിക്കൻ റോള് ഇങ്ങനെ ഫ്രൈ പാനിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ 2 ഐറ്റം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മൾ അടുത്തായിട്ട് തണ്ണിമത്തൻ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കുകയാണ്. അതുപോലെ നല്ല പഴുത്ത മാമ്പഴമുണ്ട്. ഈ മാങ്ങയും കൂടി നമുക്ക് ജ്യൂസ് അടിക്കണം. നല്ല തണുത്ത വെള്ളത്തിലിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തണ്ണിമത്തൻ, നമ്മുടെ നാട്ടിൽ ബത്തക്ക എന്ന് പറയും. അപ്പോൾ ഈ ബത്തക്ക എടുത്ത് ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് തരിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെത്തിയിട്ട് ഇതുകൂടെ ജ്യൂസ് അടിച്ചാൽ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതും കൂടി ഷടപടയെ അങ്ങോട്ട് തീർത്തു കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഇന്നൂസ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കുള്ളതും കൂടെ ഒന്ന് കൊടുത്തിട്ട് ഞാനിപ്പോൾ വരാവേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ ഏകദേശം സന്ധ്യാവാറായിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫാമിലീസിൻ്റെ വീടാണ്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റാണ്. പിന്നെ നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. എല്ലാം സെറ്റായി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇന്നോസിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ശോകം പിടിച്ച ഓരോ ദിവസങ്ങളും പോകാറുള്ളത്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കൂടുതലായിട്ടും ചെയ്യാത്ത കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഉഷാറാക്കാൻ നോക്കും. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു.